അനുസരണക്കേടിൻ്റെ മക്കളിൽ വ്യാപരിക്കുന്ന ആത്മാവും അനുസരിക്കുന്ന മക്കളിൽ വ്യാപരിക്കുന്ന ആത്മാവും. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, നാം എല്ലാവരും അനുസരണമുള്ള മക്കളാകണമെന്നാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. പ്രിയ മക്കളാകുവാൻ, അനുസരണമുള്ള മക്കളാകുവാൻ ദൈവം ഇന്ന് പകൽ നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. അതിന് നമുക്ക് മുൻപിൽ പിതാവായ ദൈവം വെച്ചിരിക്കുന്ന ഏറ്റവും നല്ല മാതൃക നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കുക ദാസരൂപം എടുത്തു. ആരെ ഞാൻ അയക്കേണ്ടു, ആർ നമുക്ക് വേണ്ടി പോകും എന്നുള്ള ശബ്ദത്തിന് മുൻപിൽ ഇതാ ഞാൻ വരുന്നു, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ വരുന്നു എന്ന് പറഞ്ഞ് മനസ്സോടെ മരിക്കാൻ വന്നവനാണ് നമ്മുടെ കർത്താവ്. യേശു കർത്താവ് ദാസരൂപം എടുത്തു, വേഷത്തിൽ മനുഷ്യനായി തന്നെത്താൻ താഴ്ത്തി. തിരുവചനം പറയുന്നു, ക്രൂശിലെ മരണത്തോളം യേശു അനുസരണമുള്ളവനായി. അതെന്താണ് യേശു ഇങ്ങനെ അനുസരണം കാണിക്കുന്നത്? ഗെത്സമനെ മുതൽ ഗൊൽഗോത്ത വരെയുള്ള വഴിയാത്രയിൽ വളരെ മൃഗീയമായിട്ടാണ് അവർ യേശുവിനെ ഉപദ്രവിച്ചത്. ആരാണ് ഉപദ്രവിക്കുന്നത്? ദൈവം സൃഷ്ടിച്ച സൃഷ്ടികർത്താവായ ദൈവത്തിൻ്റെ മുഖത്ത് ഇടിക്കുകയാണ്, തുപ്പുകയാണ്, തലയിൽ മുൾക്കിരീടം വയ്ക്കുകയാണ്. എത്ര വേദനയുള്ള കാഴ്ചയാണത്. എന്നാൽ അതിൻ്റെ നടുവിലും പുത്രൻ തമ്പുരാൻ പിതാവിനെ അനുസരിക്കുകയാണ്. അതെന്താണ് യേശുവെ അവിടെ നിന്ന് ഇങ്ങനെ അനുസരിക്കുന്നത്? ദൈവത്തെ അനുസരിക്കുന്ന മക്കളിൽ വ്യാപരിക്കുന്ന ആത്മാവ് പരിശുദ്ധ ആത്മാവാണ്. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവരെ പരസ്യ കാഴ്ചയാക്കി അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടുമ്പോൾ അവിടെ പരിശുദ്ധാത്മാവിൻ്റെ വ്യാപാര ശക്തി വലുതായിരുന്നു. യേശുക്രിസ്തു അനുസരിച്ചുകൊണ്ടേയിരുന്നപ്പോൾ ആ ശക്തിയുടെ വ്യാപാരവും വലുതായിരുന്നു. നിങ്ങൾ ദൈവത്തെ അനുസരിച്ചാൽ, ആത്മാവിനെ അനുസരിച്ചാൽ നിങ്ങളിൽ പരിശുദ്ധാത്മാവ് വ്യാപരിക്കാൻ തുടങ്ങും. ആത്മാവിനെ അനുസരിച്ച് നടപ്പിൻ, എന്നാൽ ജഡത്തിൻ്റെ മോഹം നിങ്ങൾ നിവർത്തിക്കുകയില്ല. ജഡത്തിനൊരു മോഹമുണ്ട്. കൺമോഹം, ജഡമോഹം, ജീവനത്തിൻ്റെ പ്രതാപം എന്നിങ്ങനെ 3 നിലകളിലായി അതിനെ വിശുദ്ധ വേദപുസ്തകം പഠിപ്പിക്കുന്നുണ്ട്. ഏദൻ തോട്ടത്തിൽ സാത്താൻ കടന്നു വന്ന ദൈവത്തിൻ്റെ കൽപ്പനയിൽ നിന്ന് അവരെ തിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? തോട്ടത്തിൻ്റെ നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുതെന്ന് ദൈവം വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടോ? വചനത്തെ തിരിക്കുകയാണ്. അതങ്ങനെയല്ല, ഇങ്ങനെയാണെന്ന് പറയുകയാണ്. അങ്ങനെ പറയുന്നതിൻ്റെ പുറകിലൊക്കെ വ്യാപരിക്കുന്നത് പിശാചാണ്. ദൈവം കൽപ്പിച്ചപ്പോൾ അബ്രഹാം പുറപ്പെട്ടു. ദൈവം കൽപ്പിച്ചതുപോലെ തന്നെ നോഹ ചെയ്തു. ദൈവം കൽപ്പിച്ചതുപോലെ തന്നെ മോശെ ചെയ്തു. ദാവീദ് പറഞ്ഞു, നിന്റെ വചനങ്ങളെ കൃത്യമായി ആചരിക്കേണ്ടതിന് നീ അവയെ കൽപ്പിച്ചു വന്നിരിക്കുന്നു. ദൈവത്തോട് ചേർന്ന് നടന്നവർ അനുസരണമുള്ളവരായി ദൈവം കൽപ്പിച്ചത് അങ്ങനെ തന്നെ ചെയ്തവരായിരുന്നു.
അതിനായി പ്രിയപ്പെട്ടവരായിരുന്നു. അനുസരണക്കേടാണ് ഏദനിൽ സംഭവിച്ചത്. നോക്കുമ്പോൾ ഒരു പഴമാണ് പറിച്ചു തിന്നത്, പക്ഷെ അനുസരണക്കേടാണ്. വ്യാപരിച്ചു വന്ന ആത്മാവ് പരിശുദ്ധാത്മാവാണോ? നോ. അനുസരണക്കേടിൽ വ്യാപരിക്കുന്ന ആത്മാവ് അത് ദുരാത്മാവാണ്, പൈശാചികമാണ്. നോക്കുമ്പോൾ പഴമാണ് പറിച്ചു തന്നത്, എന്നാൽ വ്യാപരിച്ചു തുടങ്ങുകയായിരുന്നു. ആദമിൻ്റെ മകൻ കയീൻ തൻ്റെ സഹോദരനെ കൊല്ലുകയാണ്. തുടക്കം ഒരു പഴം പറിച്ചു തിന്നുന്നതാ, പുറകെ വന്നത് കൊലപാതകമാണ്, വ്യാപരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, പ്രിയമക്കളെന്ന പോലെ നമ്മുടെ കർത്താവിനെ അനുകരിക്കാം, യേശുവിനെ അനുസരിക്കാം. അവിടെ വ്യാപരിക്കുന്നൊരാത്മാവുണ്ട്. ഇന്ന് പകൽ നിങ്ങൾ അനുസരിച്ചാൽ അത് നിങ്ങളുടെ ശരീരത്തിൽ ഒരു വിടുതലാണ്. നിങ്ങൾ അനുസരിച്ചു കൊണ്ടേയിരുന്നാൽ അത് തലമുറയ്ക്ക് ഒരു വിടുതലാണ്. അനുസരിച്ചു കൊണ്ടേയിരുന്നാൽ അത് സമൂഹത്തിന് വിടുതലാണ്. വചനത്തോട് പ്രതികരിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.